വളരെ രഹസ്യാത്മകമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ലോകത്തിലെ എണ്ണം പറഞ്ഞ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം തന്നെ മൊജത്തബ ജീവിച്ചിരിക്കുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹം അബോധാവസ്ഥയിലാണ്, കോമയിലാണ്, ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 2026 ഫെബ്രുവരി 28 ആയത്തുള്ള അലി ഖംനേയെ കൊലപ്പെടുത്തിയിട്ടുള്ള ബോംബാക്രമണത്തിൽ മാരകമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ തലയ്ക്കും കൈക്കുമാണ് പരിക്കേറ്റതെന്നാണ് ആശുപത്രി വൃത്തങ്ങളെ ഉദ്ധരിച്ചിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും അതിനുശേഷം 9 ദിവസം കഴിഞ്ഞപ്പോൾ മാർച്ച് 8 ഇറാനിലെ കമ്മിറ്റി ഓഫ് എക്സ്പേർട്സ് 88 അംഗ കമ്മിറ്റിയാണ്. അത് ഷിയ മതപണ്ഡിതന്മാരുടെ ഒരു കമ്മിറ്റിയാണ്. 88 അംഗങ്ങളുള്ള കമ്മിറ്റി ഈ മൊജിത്താബയെ പരമോന്നത നേതാവായിട്ട് തിരഞ്ഞെടുക്കും. പക്ഷെ മാർച്ച് 8 ശേഷം അദ്ദേഹത്തിൻ്റെതായ കമ്മ്യൂണിക്കേഷൻ ഒന്നും പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല, ഇസ്രായേലിന്റെ മൊസദും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും അദ്ദേഹത്തെ കൊലപ്പെടുത്താനും ശ്രമിക്കുന്നു എന്നത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് മൊബൈൽ ഫോൺ, മറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങൾ, ഡിജിറ്റൽ ഫോണുകൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ്, ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും അദ്ദേഹം നടത്തുന്നില്ല. വളരെ രഹസ്യമായി IRGCയുടെ ബങ്കറിൽ അദ്ദേഹം സുരക്ഷിതനായി ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കരുതാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എഴുത്തുകളിലൂടെ മാത്രമാണ് എന്നും ആണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അതോടൊപ്പം മൊജിത്താബ പരമോന്നത നേതാവായി വന്നതിന് ശേഷം ഇറാനിൽ കാര്യമായ മാറ്റമുണ്ടായി എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പെഷസ്കിയാണോ, അല്ലെങ്കിൽ അവിടുത്തെ ഈ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഇറാനിയൻ പാർലമെന്റിന്റെ സ്പീക്കറിനോ ഒന്നും ഇറാൻ രാഷ്ട്രീയത്തിൽ യാതൊരുവിധ നിയന്ത്രണവുമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അത് മൊജത്തബയുടെ സാന്നിധ്യം, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നത് അരക്കിട്ടുറപ്പിക്കുന്നുണ്ട്. കാരണം ഒരു ട്രാൻസിഷൻ കൂടിയാണ് മൊജത്തബയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ആയത്തുള്ള അലി ഖംനേയി ഒരു മഹാനായ ഷിയ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ്. അത്തരത്തിൽ ഉയർന്ന ഒരു ആത്മീയ നേതൃത്വമോ അനുഭവ പാരമ്പര്യമോ മൊജിത്തബയ്ക്കില്ല. അദ്ദേഹം താരതമ്യേന ജൂനിയറാണ്. മാത്രവുമല്ല, 1987 അദ്ദേഹം IRGCയിൽ ചേർന്നു. അതിനുശേഷം ബാസിസ് എന്ന് പറയുന്ന അവരുടെ ഒരു പാരാമിലിറ്ററി ഫോഴ്സിന്റെ ചുമതലയിൽ 2009 അദ്ദേഹം വന്നു. പിന്നീട് തന്റെ പിതാവിന്റെ വക്കീലായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു 2026 വരെ. അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ അൾട്രാ കൺസർവേറ്റീവ് എന്നാണ്. ഇപ്പൊ നാറ്റോയുമായിട്ടൊക്കെ ബന്ധമുള്ള യൂറോപ്യൻ തിങ്ക് ടാങ്ക് ഗ്രൂപ്പുകൾ പറയുന്നത് മൊജിത്താബ അയത്തുള്ള അലി ഖംനേയേക്കാൾ കടുത്ത യാഥാസ്ഥിതിക നിലപാടുകളുള്ള ആളാണെന്നാണ്. ഒരു അൾട്രാ കൺസർവേറ്റീവ് ആണ് മൊജിത്തബ എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇതിന്റെ ഒരു പ്രതിഫലനം ഇറാന്റെ പോളിസിയിലും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഒരു മത ആത്മീയ നേതൃത്വം എന്നതിൽ നിന്ന് ഇറാൻ ഒരു സൈനിക നേതൃത്വത്തിലേക്ക് മാറി എന്നതാണ് മൊജിത്താബ പരമോന്നത നേതാവായതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രകടമായ മാറ്റം. ഇപ്പോൾ ഇറാന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് IRGC ആണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അതൊരു വരേണ്യ സൈനിക ദളമാണ്. ഇറാന്റെ സകല മേഖലയിലും, അവിടുത്തെ ആർമിയുടെ മേലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ മേലെയും മറ്റ് പാരാമിലിറ്ററി, പോലീസ് തുടങ്ങിയ സംവിധാനങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്ന ശക്തമായ ഒരു സൈനിക സംവിധാനം ആണ് IRGC. അപ്പോൾ IRGCയുടെ പ്രതിനിധിയായിട്ടാണ് യഥാർത്ഥത്തിൽ മൊജിത്താബ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ലഭ്യമായ വിവരം. കാരണം 88 അംഗ മത ആത്മീയ നേതാക്കളിൽ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള മൊജിത്താബ
തെരഞ്ഞെടുക്കപ്പെട്ടതിന് കാരണം അദ്ദേഹം ആയത്തുള്ള അലി ഖംനയുടെ മകനാണ് എന്നതുകൊണ്ട് മാത്രമല്ല. യഥാർത്ഥത്തിൽ ഷിയ ഇസ്ലാമിക രാഷ്ട്രീയ പാരമ്പര്യത്തിൽ ഈ ഫാമിലി ഡൈനാസ്റ്റിക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. തിയററ്റിക്കലി അത് നിലനിൽക്കാൻ സാധിക്കില്ല. മാത്രമല്ല ആയത്തുള്ള ഖമൈനിയുടെ കാലം മുതൽ തന്നെ ഇറാൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം സൗദി അറേബ്യക്കെതിരെയും ഗൾഫിലെ രാജ്യങ്ങൾക്കെതിരെയും ഉയർത്തുന്ന വിമർശനം അവിടെ കുടുംബാധിപത്യമാണ് നിലനിൽക്കുന്നത്. രാജാധിപത്യവും അമീറേറ്റുകളുമാണ്, അതെല്ലാം ഭരിക്കുന്നത് കുടുംബങ്ങളാണ്. ഇങ്ങനെ കുടുംബത്തിലെ രാഷ്ട്രത്തലവൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് മകൻ രാജാവാകുന്നു അല്ലെങ്കിൽ അമീറാകുന്നു. ഇത് അനിസ്ലാമികമാണ് എന്ന ശക്തമായ വിമർശനം ഉയർത്തിക്കൊണ്ട് വന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യ ഇറാൻ ശീതയുദ്ധം ഒരു യാഥാർത്ഥ്യമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ആയത്തുള്ള അലി ഖംനയുടെ മകൻ എന്ന നിലയ്ക്ക് മുജ്തബ ഖംനയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് താത്വികമായി അത്ര എളുപ്പമല്ല. പക്ഷേ മുജ്തബ വന്നത് കൊല്ലപ്പെട്ട നേതാവിന്റെ മകൻ എന്ന നിലയിൽ മാത്രമല്ല, IRGCയുടെ ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ്. കാരണം IRGC ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ്. അവരൊരു അൾട്രാ ഓർത്തഡോക്സ് ആണ് അവരുടെ ഐഡിയോളജി. അപ്പോൾ ഈ IRGCയുടെ പ്രതിനിധി എന്ന നിലയിൽ ആണ് അദ്ദേഹം വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരമോന്നത നേതാവായതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഇറാന്റെ നയങ്ങളിൽ ശക്തമായ പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് നൽകുകയും ആ മേഖലയിൽ ഇപ്പോൾ ഇറാഖിൽ പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട് അതുപോലെ ഹൂത്തികൾ അടക്കമുള്ള ഇറാന്റെ പ്രോക്സികളെയെല്ലാം പൂർവാധികം ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അതോടൊപ്പം വന്ന പ്രകടമായ മാറ്റം ഇറാന്റെ ആണവ നയം സംബന്ധിച്ചുള്ളതാണ്. ആയത്തുള്ള അലി ഖംനേയി ആണവായുധം നിർമ്മിക്കുന്നതും അത് കൈവശം വെക്കുന്നതും പ്രയോഗിക്കുന്നതും അനിസ്ലാമികമാണ് എന്ന ഫത്വ പുറപ്പെടുവിച്ച ആളാണ്. 2014 ആരംഭിച്ച് 2014 ഒപ്പിട്ട ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന P5+1 ആണവ കരാറിൽ ഈ ഇറാന്റെ നയമായിട്ട് ആയത്തുള്ള അലി ഖംനയുടെ ഈ ഫത്വ സ്ഥാനം പിടിക്കുകയുണ്ടായി. അതേസമയം മുജ്തബയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആണവായുധം നിർമ്മിക്കണം, അത് പ്രതിരോധത്തിന് അനിവാര്യമാണ്, ശത്രുക്കളെ നിഗ്രഹിക്കേണ്ടത് ഒരു 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 ജിഹാദിയുടെ എന്താ പറയാ മതപരമായ കടമയാണ് എന്നൊക്കെയുള്ള അൾട്രാ കൺസർവേറ്റീവ് വ്യൂസ് അദ്ദേഹം വെച്ച് പുലർത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരം സാഹചര്യത്തിൽ അദ്ദേഹത്തെ കണ്ടുപിടിക്കുവാനും കൊലപ്പെടുത്തുവാനുമുള്ള തകൃതിയായ ശ്രമങ്ങളാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് 10 മില്യൺ അമേരിക്കൻ ഡോളർ ആണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത് ആയത്തുള്ള അലി ഖംനേയുടെ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ മകൻ മുജ്തബ പങ്കെടുക്കും എന്നുള്ളതാണ്. പക്ഷെ അതിലും മുജ്തബ പങ്കെടുക്കുകയുണ്ടായില്ല. ഇതുവരെ അദ്ദേഹം പരമോന്നത നേതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കഴിഞ്ഞ മാർച്ച് 8-നാണ്. ഫെബ്രുവരി 28-നാണ് മാരകമായ ആക്രമണം ഉണ്ടാവുന്നത്. അപ്പോൾ ഫെബ്രുവരി 28-ന് ശേഷം ഇതുവരെ മുജ്തബ ഖംനേയി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. അപ്പൊ ഇതാണ് നിലവിലുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഖംനേയി മുജ്തബ ജീവിച്ചിരിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് അദ്ദേഹം പരമോന്നത നേതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇറാന്റെ വിദേശ നയത്തിലും സൈനിക നയത്തിലും കാര്യമായ മാറ്റമുണ്ടായി. ആ മാറ്റം എന്ന് പറയുന്നത് ഒരു മത ആത്മീയ നേതൃത്വത്തിൽ നിന്ന് IRGC നേതൃത്വം നൽകുന്ന ഒരു സൈനിക ഏകാധിപത്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് അല്ലെങ്കിൽ IRGC ഭരിക്കുന്ന ഒരു രാജ്യമായി ഇറാൻ മാറി എന്നതാണ്. അപ്പൊ ഇത്തരം മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അതിന് പിന്തുണ നൽകുന്ന ഒരു പരമോന്നത നേതാവിന്റെ സാന്നിധ്യത്തെ നമുക്ക് അടിവരയിടാവുന്നതാണ്. അതേസമയം സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.